ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനമാണ്. അപ്പോൾ നമ്മുടെ പരിസര പഠനത്തിലെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠം വൃത്തി നൽകും ശക്തി എന്നുള്ള പാഠമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന് നമ്മുടെ 3ാമത്തെയും 4ാമത്തെയും പാഠവും ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. നന്നായി പഠിച്ചിട്ട് പോവുക. നമ്മുടെ 4ാമത്തെ പാഠത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വൃത്തി നൽകും ശക്തി എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഫസ്റ്റ് പാർട്ടിലെ അവസാനത്തെ പാഠമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്, വൃത്തി നൽകും ശക്തി അല്ലേ. എന്തിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് വെച്ചാൽ ശുചിത്വത്തെ കുറിച്ചിട്ട്, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഒരു ഡോക്ടർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. എന്താ പറഞ്ഞു കൊടുക്കണം നോക്കൂ. ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ, ഇതേപ്പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ എന്ന് കുട്ടികളോട് പറയുകയാണ്. അപ്പോൾ സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ ഡോക്ടറോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നൽകി. ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം അലൻ തന്റെ നോട്ട് ബുക്കിൽ കുറിച്ചത് വായിക്കാം. കുളിക്കുമ്പോൾ മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. കുളിക്കുമ്പോൾ അല്ല, കളിക്കുമ്പോൾ കേട്ടോ. കളിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കളും ഉണ്ടാകാം. സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ നമ്മൾ പോലും അറിയാണ്ടില്ല, നമുക്ക് സാധാരണ ഇങ്ങനെ നോക്കി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും. നമ്മൾ കളിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൈകളിൽ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകണം എന്ന്, വൃത്തിയായി കഴുകണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ എന്ത് സംഭവിക്കും? രോഗാണുക്കൾ നശിച്ചു പോകുന്നു. ഇവിടെ നോക്കൂ, എന്താണ് ഇവിടെ പറയണത് നോക്കൂ. സ്കൂളിൽ നിന്നും വന്നതല്ലേ, പോയി കൈയും മുഖം സോപ്പിട്ട് കഴുകുമെന്ന് അമ്മ പറയണില്ല കുട്ടിയോട്. ഇവിടെ നോക്കൂ, അടുത്ത കുട്ടി എന്താ പറയുന്നത്, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ചിത്രങ്ങൾ കണ്ടല്ലോ. എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത്? ഇത് നിങ്ങൾക്ക് സ്വയം ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ. എപ്പോഴൊക്കെയാണ് നമ്മൾ കൈകൾ സോപ്പിട്ട് കൈ കഴുകണം എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ്? ആ സന്ദർഭങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലേ, പിന്നെയോ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, പിന്നെയോ ചുമ, തുമ്മല് തുടങ്ങിയ നമുക്ക് എന്തെങ്കിലും അങ്ങനെ അധികം അസുഖം വരികയാണ്. അപ്പോൾ നമ്മൾ തുമ്മ ചുമക്കൊക്കെ ചെയ്യുമ്പോൾ കയ്യിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൈ കഴുകണം, അല്ലെങ്കിൽ അത് പടരാൻ സാധ്യതയുണ്ട്. പിന്നെയോ രാസവസ്തുക്കളോ ശുചീകരണ ഉൽപ്പന്നങ്ങളോ കൈകാര്യം ചെയ്തതിന് ശേഷം. ഇനി ഒരുപാടൊന്നും ഉണ്ടിട്ട് നമുക്ക് എഴുതി ചേർക്കാം. 2 പോയിന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അടുത്തത് വൃത്തിയുള്ള കൈകൾ. കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ? നിങ്ങളോടാണ് ചോദ്യം. നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ അല്ലേ. ഒരു എക്സ്പെരിമെന്റ് ആണ്, ഒരു പ്രവർത്തനം. നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. ഓക്കെ, അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മേശപ്പുറത്ത് മാറ്റി വെക്കുക. ഓക്കെ, ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? കൈ കഴുകിയ വെള്ളം ശേഖരിക്കാനായി ഒരു ഒഴിഞ്ഞ ബക്കറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകണം. ഓക്കെ, എല്ലാവരും കൈ കഴുകിയതിനു ശേഷം കഴുകിയ വെള്ളം ശേഖരിച്ച ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം മാറ്റിവെച്ച ഗ്ലാസ്സിനടുത്ത് വയ്ക്കുക. ഇനി 2 ഗ്ലാസ്സിലെയും വെള്ളം താരതമ്യം ചെയ്യൂ. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? അതെ, നമ്മളിപ്പോൾ എല്ലാവരും കയ്യിൽ അഴുക്കൊന്നും ഇല്ല പറഞ്ഞിട്ട് നമ്മൾ കൈ കഴുകിയാലും നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ നല്ല തെളിഞ്ഞ വെള്ളം പോലെ ആയിരിക്കില്ല, വെള്ളത്തിന് കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈ കഴുകിയത്? എങ്ങനെയാണ് വൃത്തിയായി കൈ കഴുകേണ്ടത്? കൈ കഴുകലിന്റെ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കുക. അപ്പൊ എങ്ങനെ നമ്മൾ കൈ കഴുകുന്ന രീതി ശരിയാണോ നമുക്ക് നോക്കാം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള കൈ കഴുകേണ്ട രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക. രണ്ടാമത് കൈവെള്ളകൾ കൂട്ടിത്തിരുമ്മി വൃത്തിയാക്കുക. 3 കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. 4 നഖങ്ങളും വിരലുകളും അഗ്രഭാഗവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 5 വിരലുകളും കൈക്കുഴകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ കൈ കഴുകുക അല്ലെ? പലരും ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുക. നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു കപ്പ് വെള്ളം എടുത്ത് അങ്ങോട്ട് കയ്യിൽ ഒഴിച്ച് കഴുകി കഴിഞ്ഞു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഇതുപോലെ കൈ നന്നായിട്ടൊരു വൃത്തിയായിട്ട് കഴുകുക. അപ്പോഴേ മുഴുവൻ രോഗാണുക്കളും പോകുള്ളൂ. അപ്പൊ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യാം? ഇതുപോലെ കുറച്ചു നേരം നമ്മൾ കുറച്ച് വൃത്തിയായിട്ട് കൈ കഴുകാൻ ശ്രമിക്കുക കേട്ടോ.
അപ്പൊ ഇവിടെ എന്താ കുട്ടി പറയണത് നോക്കൂ, ഇതാ എന്റെ വൃത്തിയുള്ള കൈകൾ, ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി. അപ്പൊ നമ്മൾ കൈ കഴുകിയത് കൊണ്ട് മാത്രം കൈ വൃത്തിയാവോ? ഇല്ല. നമ്മുടെ കയ്യില് നഖങ്ങൾ, പലരും നഖം വളർത്തുന്ന ആൾക്കാരാണ്. ഇപ്പൊ ചെറിയ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളും പലരും നഖം വളർത്തുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ അതുപോലെ നഖം മനഃപൂർവ്വം, ചിലപ്പോൾ ചില ആൾക്കാർ മനഃപൂർവ്വം നഖം വളർത്തുന്നവരുണ്ടാവും. ചിലർ നഖം വെട്ടാണ്ട് അതിങ്ങനെ വളരുന്നതായിരിക്കും അല്ലേ? അത് ശ്രദ്ധിക്കാണ്ട് നഖം തനിയെ വളർന്ന് ഇങ്ങനെ വരുന്നതായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് നഖം വെട്ടിയില്ലെങ്കിൽ അത് വളർന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? അതിനിടയിൽ നമ്മൾ അണുക്കൾ കയറും. അതായത് നമ്മൾ കളിക്കുമ്പോൾ, നമ്മൾ കളിച്ചില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും സാധാരണമായ ആ നഖങ്ങളുടെ ഇടയിൽ ഒരുപാട് അണുക്കളൊക്കെ കയറും കേട്ടോ. അത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അങ്ങനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി നമുക്ക് അസുഖങ്ങൾ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നഖം നമ്മൾ എന്ത് ചെയ്യണം? നഖം വെട്ടി അതിൽ അതുപോലെ നഖം വെട്ടണം. അതിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കണം. കൈകൾ പൂർണ്ണമായി വൃത്തിയുള്ളതാവണമെങ്കിൽ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലെത്തും. കുട്ടികളുടെ മറ്റ് സംശയങ്ങൾക്ക് ഡോക്ടർ നൽകിയ ഉത്തരങ്ങൾ കൂടി അലൻ തന്റെ ബുക്കിൽ എഴുതിയിരുന്നു. അത് നമുക്ക് വായിക്കാം. വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും. രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം. അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരാം. അപ്പൊ അതേപോലെ നമ്മളിപ്പോ അടുത്ത എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും നമ്മൾ ദിവസം കുളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യം. നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ ഇടുന്ന വസ്ത്രം എന്ന് പറയുന്നത് വൃത്തിയുള്ളതായിരിക്കണം അല്ലേ? അത് നമ്മളിപ്പോ ഈ അഴുക്ക് പുരണ്ടതോ വൃത്തിയില്ലാത്തതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ഇട്ടാൽ നമുക്ക് അസുഖങ്ങൾ വരും. മനസ്സിലായോ? അത് രോഗങ്ങൾ വളരാൻ കാരണമാകും. നമുക്ക് ചൊറിച്ചിലും ചുണങ്ങും പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതേപോലെ രാവിലെ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ എല്ലാവരും രാവിലെ ബ്രഷ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ? അപ്പോൾ അതേപോലെ പക്ഷെ എല്ലാവരും രാത്രി ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അതെ എന്ന് പറയാൻ പറ്റില്ല. കാരണം പലരും ചെയ്യാറില്ല. അപ്പൊ എന്ത് ചെയ്യണം? രാത്രി ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ പല്ലുകൾ പെട്ടെന്ന് കേടുവരും. ഓക്കെ. ഇനി ഇവിടെ നോക്കി, കുട്ടി എന്താ ചെയ്തിരിക്കുന്നത്? മാസ്ക് ധരിച്ചിരിക്കുകയാണ് അല്ലേ? മാസ്ക് ധരിക്കുന്നത് എന്തിനാണെന്ന് സംശയത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ വിട്ടുപോയി. അലനെ സഹായിക്കാമോ? തീർച്ചയായിട്ടും സഹായിക്കാം. കാരണം നമുക്ക് അറിയണ കാര്യമാണ് എന്തിനാ മാസ്ക് ധരിക്കണം എന്നൊക്കെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. എന്താ? സാംക്രമിക രോഗങ്ങൾ പകരാതിരിക്കാൻ. അതായത് സാംക്രമിക രോഗങ്ങൾ എഴുതാതെ പകർച്ചവ്യാധികൾ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരാൾക്ക് ഒരു പനിയുണ്ട്, ചുമയുണ്ടെങ്കിൽ അത് അടുത്ത ആൾക്ക് പകരാതിരിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കും കൂടെ ചെയ്യും അല്ലേ? പിന്നെ അത് മാത്രമാണോ? നമുക്കും അസുഖം വരില്ല. അപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ആർക്കെങ്കിലും പനിയോ ചുമയോ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഇട്ടുകൊണ്ട് ആ അസുഖം നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മൾ മാസ്ക് ഇടുന്ന വഴി മറ്റ് അസുഖങ്ങൾ നമുക്കും പകരാതിരിക്കും. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പകരില്ല. അടുത്തത്, പൊടിപടലങ്ങൾ ശ്വസിക്കുന്നത് കുറയ്ക്കുന്നതിന്. പിന്നെയോ, പുകയിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും നമ്മളെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മാസ്ക് ധരിക്കാം. അലർജി ലക്ഷണങ്ങൾ കുറയ്ക്കാൻ. അടുത്തത്, വൃത്തിയുള്ള പല്ലുകൾ. ഇപ്പൊ എങ്ങനെയാണ് കൈ കഴുകേണ്ടത് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് വൃത്തിയായിട്ട് പല്ല് തേക്കേണ്ടത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിത്രസഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചിത്രം ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് ഒന്ന് പറയൂ, നിങ്ങൾ ഇതുപോലെയാണോ പല്ല് തേക്കുക? അല്ലേ? ആണോ? അല്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ബ്രഷ് ചെയ്യുന്നതിനൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, പ്രാധാന്യമുണ്ട്. നമ്മൾ ബ്രഷ് ചെയ്യുന്നത് നമ്മൾ ചുമ്മാ അങ്ങോട്ട് നമ്മൾ ബ്രഷ് എടുത്തു, പേസ്റ്റ് ഇട്ടു, ഒരൊറ്റ സെക്കൻഡിൽ 2 വര വരച്ചു, വായ കഴുകി, ഇങ്ങനെ ആവരുത് കേട്ടോ ബ്രഷ് ചെയ്യുന്നത്. ഒരു രീതിയുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. പല്ലുകൾ വൃത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം അല്ലേ? നമ്മുടെ പല്ല് തേക്കൽ ശരിയായ രീതിയിലാണോ? ചിത്രം നിരീക്ഷിക്കൂ. ആദ്യം എന്ത് ചെയ്യണം? ബ്രഷ് ചെരിച്ചു പിടിക്കുക. മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യുക. മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴോട്ടും, കീഴ്നിരയിലെ പല്ലുകൾ താഴെ നിന്നും മുകളിലോട്ടും ബ്രഷ് ചെയ്യുക. ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും നന്നായി ബ്രഷ് ചെയ്യുക. പല്ലുകളുടെ അകവശം ബ്രഷ് ചെയ്യുക. ബ്രഷ് ഉപയോഗിച്ചതിന് നാവും വൃത്തിയാക്കുക. പല്ലു തേക്കലിന്റെ ശരിയായ രീതി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഇനി കുളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വൃത്തിയുള്ള ശരീരം വൃത്തിയാക്കുന്നതിന് കുളി അത്യാവശ്യമാണ് അല്ലെ? നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ അവതരിപ്പിക്കാമോ? അത് എല്ലാവർക്കും പറ്റില്ലേ? വളരെ സിമ്പിൾ ആണ്. ആംഗ്യത്തിൽ നമ്മൾ ഇങ്ങനെ കുളിക്കാന്ന് കാണിക്കാൻ പറ്റില്ലേ? കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് നോക്കാം. എല്ലാ ദിവസവും കുളിക്കണം. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കണം.
ഉപയോഗത്തിന് ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം. കൈ കഴുകൽ, പല്ലുതേക്കൽ, കുളി എന്നിവയുടെ ശരിയായ രീതികൾ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ശുചിത്വ ശീലങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യുമല്ലോ. ചർച്ച ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് യൂസ് ആവില്ലേ? കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും അകറ്റി നിർത്താം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്ര നാളും എങ്ങനെയാണെന്നുള്ളതല്ല, ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കും, അല്ലെ? അപ്പൊ വ്യക്തി ശുചിത്വത്തിനായി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു? എന്റെ ശുചിത്വം എന്റെ ഉത്തരവാദിത്വം. അപ്പൊ എന്തൊക്കെ വ്യക്തി ശുചിത്വങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഇനി മുതൽ, ഞാൻ ക്ലാസ് കണ്ടു കഴിഞ്ഞു, ഞാൻ ക്ലാസ് പഠിച്ചു, ഞാൻ തീർച്ചയായിട്ടും ഇനി മുതൽ വ്യക്തി ശുചിത്വങ്ങൾ പാലിക്കും എന്ന് ഉറപ്പിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിവസവും കുളിക്കും, ഓക്കെ, ദിവസവും 2 നേരം പല്ല് തേക്കും, നഖങ്ങൾ വൃത്തിയാക്കും, ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ കഴുകും. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വ്യക്തി ശുചിത്വമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ച് പരിസര ശുചിത്വം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരിസര ശുചിത്വം. നമുക്ക് ചുറ്റുമുള്ള പരിസരം വൃത്തിയായില്ലെങ്കിൽ അതുവഴി നമുക്ക് എന്ത് സംഭവിക്കും? ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു നാടകം നോക്കാം കേട്ടോ. നാടകം കളിക്കാം. കഥാപാത്രങ്ങൾ മണിയനീച്ച, കടുവ, കൊതുക്, ചിണ്ടനെലി. ഓക്കെ, രംഗം 1. ഈച്ചയും കൊതുകും കണ്ടുമുട്ടുന്നു. കൊതുക്: ഹലോ മിസ്റ്റർ മണിയൻ, എന്നെ പരിചയമുണ്ടോ? ഈച്ച: ഹഹ, പരിചയമുണ്ടെന്നോ? ചേട്ടൻ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ? നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. കൊതുക്: അതെ അതെ, ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ പകരുന്നു. അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്തു ചെയ്യാം? ഈച്ച: ചേട്ടൻ എവിടെയാണ് താമസം? കൊതുക്: ഈ നഗരത്തിൽ തന്നെ. അഴുക്കുചാലിനരികെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വീടില്ലേ? അവിടെ അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ മുട്ടയിട്ട് പെരുകി സ്ഥലം കൈയടക്കി. ഇതുപോലെ ഈച്ചയും എലിയും എന്താവും പറയാനുണ്ടാവുക? അവരുടെ സംഭാഷണം കൂടി കൂട്ടിച്ചേർത്ത് നാടകം പൂർത്തിയാക്കൂ. പൂർത്തിയാക്കിയ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പൊ ക്ലാസ്സിൽ എന്താ ചെയ്യുക? നാടകം പ്രസന്റ് ചെയ്യുക. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? കൊതുക്, ഈച്ച, എലി അല്ലേ? അവരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മണിയനീച്ച, കടുവ, കൊതുക്, ചിണ്ടനെലി. അവ പെരുകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാം? എങ്ങനെയൊക്കെയാണ് അവ പെരുകുന്നത്? മലിനജലം കെട്ടിക്കിടക്കുന്നത് കാരണം, മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്, ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുന്നത് കാരണമൊക്കെയാണ്. അതൊക്കെയാണ് സാഹചര്യങ്ങൾ, ഇവ പെരുകാനുള്ള കാരണങ്ങൾ. അപ്പൊ മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? മാരക അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് കൊതുക്, ഈച്ച, എലി മുതലായവ പെരുകുന്നത്. ഇത്തരം ജീവികൾ പെരുകുന്നതാണ് പല രോഗങ്ങളും പടരാൻ കാരണമാവുന്നത്. ഇവിടെ നോക്കൂ, എന്താ വാർത്ത കൊടുത്തിരിക്കുന്നത് നോക്കൂ. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാൽ രോഗാണുവാഹകരായ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വാർത്ത വായിച്ചല്ലോ. എന്താണ് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നൽകിയിരിക്കുന്ന വിവരണം വായിക്കും. അപ്പൊ എന്താണ് ഡ്രൈ ഡേ എന്ന് നിങ്ങൾക്ക് അറിയോ? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കും. ഡ്രൈ ഡേ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ, ചിരട്ട, ടയർ, കുപ്പിയുടെ അടപ്പ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടിക്കി നിൽക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. 8 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും. അതിനാൽ ഓരോ 7 ദിവസത്തിലും ഇത്തരം വസ്തുക്കളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കുന്ന സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം. ഈ ശുചീകരണ പ്രവർത്തനമാണ് ഡ്രൈ ഡേ. അടുത്തത്, ജലത്തിലൂടെയും രോഗം പകരാം. അപ്പൊ ജീവികളിലൂടെ മാത്രമല്ല രോഗങ്ങൾ പകരുന്നത്, ജലത്തിലൂടെയും എന്ത് വരും? അസുഖങ്ങൾ വരും അല്ലേ? പരിസര പ്രദേശങ്ങൾ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയും ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെയും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ജലത്തിലൂടെ പകരാറുണ്ട്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം? എന്തൊക്കെ എടുക്കാം? കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുക, മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയാക്കുക. അടുത്തത്, പാനീയ ചികിത്സ. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്നു അല്ലെ? ജലാംശം കുറയും. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിൽ തിരിച്ചു നൽകണം. ഇതിനായി താഴെ പറയുന്നവ രോഗിക്ക് കൊടുക്കാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും.
എന്താണ് ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത് നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളമൊക്കെ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച ORS തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടെ നൽകുകയും ചെയ്യണം. അടുത്തത് എൻ്റെ വിദ്യാലയം ശുചിത്വ വിദ്യാലയം. ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം നോക്കൂ. ഇവിടെ നോക്കി ഈ വിദ്യാലയം അല്ലേ, നമ്മുടെ വിദ്യാലയം വൃത്തിയുള്ളതാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ടിക്ക് ഇടുക, ഇതുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ തെറ്റിടുക കേട്ടോ. അപ്പൊ നിങ്ങൾ വിദ്യാലയ പരിസരം നിരീക്ഷിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ചപ്പു ചവറുകൾ കൂട്ടിക്കിടക്കുന്നില്ല, ഇല്ലെങ്കിൽ ടിക്ക്. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല, ശരിയാണെങ്കിൽ ടിക്ക്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ല, മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യക്കൂടകൾ ഉണ്ട്. അടുത്ത ക്ലാസ് മുറി, മാറാല, ചപ്പുചവറുകൾ എന്നിവയില്ല. ചാർട്ടുകൾ പോലുള്ള പഠനോപകരണങ്ങൾ പൊടി പിടിച്ചതല്ല. മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യക്കൂടകളുണ്ട്. അടുത്തത് പാചകപ്പുര, പാത്രങ്ങൾ വൃത്തിയുള്ളതാണ്, മലിനജലം കെട്ടിക്കിടക്കുന്നില്ല, ഭക്ഷണാവശിഷ്ടങ്ങൾ കിടക്കുന്നില്ല. അടുത്തത് മൂത്രപ്പുര അല്ലെങ്കിൽ കക്കൂസ്, വൃത്തിയുള്ളതാണ്, ആവശ്യത്തിന് വെള്ളം ലഭ്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണു, വിലയിരുത്തിയ ശേഷം വിദ്യാലയത്തിലെ മറ്റു സ്ഥലങ്ങളായ മൈതാനം, കൈ കഴുകുന്ന ഇടങ്ങൾ, ഉദ്യാനം എന്നിവ നിരീക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ പട്ടികയിൽ കൂട്ടിച്ചേർക്കാം. പട്ടിക പൂർത്തിയാക്കി കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ. നമ്മുടെ സ്കൂൾ പരിസരത്ത് എവിടെയെല്ലാമാണ് കൂടുതൽ മാലിന്യങ്ങൾ കാണപ്പെടുന്നത് എന്ന് കണ്ടെത്തുക. സ്കൂളിന്റെ രേഖാചിത്രം തയ്യാറാക്കി കൂടുതൽ മാലിന്യമുള്ള സ്ഥലങ്ങൾ ചുവപ്പ് നിറത്തിലും കുറഞ്ഞ മാലിന്യമുള്ള സ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലും വൃത്തിയുള്ള സ്ഥലങ്ങൾ പച്ച നിറത്തിലും രേഖപ്പെടുത്തൂ. വിദ്യാലയത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കുന്നതിന് ഇനിയും എന്തെല്ലാം ചെയ്യാനാവും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. അടുത്തത് മാലിന്യങ്ങളെ തരംതിരിക്കാം. സ്കൂളിൽ മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി മാലിന്യക്കൂടകൾ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അവിടെ 3 കൂടകളുണ്ട്. എന്താണ്? അജൈവ മാലിന്യം, ജൈവ മാലിന്യം, അപകടകരമായ മാലിന്യം. എല്ലാ മാലിന്യങ്ങളും ഒരു പാത്രത്തിൽ ഇട്ടാൽ പോരെ എന്നാണ് ഈ കുട്ടിയുടെ സംശയം. എന്തുകൊണ്ടായിരിക്കും എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ചിടാത്തത്? ഇവിടെ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എക്സാമിന് ചോദിക്കും. ഈ അജൈവ മാലിന്യം, ജൈവ മാലിന്യം, അതുപോലെ അപകടകരമായ മാലിന്യം തരംതിരിക്കാൻ ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മണ്ണിൽ അഴുകിച്ചേരുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളുണ്ട്. ഭക്ഷണത്തിന്റെയും പച്ചക്കറിയുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കളെ ജൈവ മാലിന്യങ്ങൾ എന്നും പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ അജൈവ മാലിന്യങ്ങൾ എന്നും പറയുന്നു. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, ബൾബുകൾ തുടങ്ങിയവയാണ് അപകടകരമായ മാലിന്യങ്ങൾ. അപ്പൊ ഇത് 3 മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഭക്ഷണാവശിഷ്ടങ്ങളെ വളമാക്കാം. വീട്ടിലും സ്കൂളിലും ഉണ്ടാക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നോക്കാം അല്ലെ. കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാൻ പറ്റും. പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ പാഴ്വസ്തുക്കൾ കുഴിയിൽ നിക്ഷേപിക്കുകയും മണ്ണിടുകയും ചെയ്യുക. 3-4 മാസം കൊണ്ട് പൂർണ്ണമായും വളമായി മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം എഴുതി നോക്കുക. അപ്പൊ ചിലരുടെ വീട്ടിൽ ഇതുപോലെ കമ്പോസ്റ്റ് കുഴിയൊക്കെ ഉണ്ടാവും അല്ലേ. അടുത്തത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുതേ, കത്തിക്കരുതേ. ഇവിടെ എന്താ കുട്ടി പറയുന്നത്? കുട്ടി പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പോകുമ്പോൾ അടുത്തേക്ക് കുട്ടി എന്താ പറയണത്? പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പഠിച്ചത് മറന്നോ എന്ന് ചോദിക്കുകയാണ്. പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്? ഇവിടെ നിന്ന് ഒരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കുക കേട്ടോ. പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പ്ലാസ്റ്റിക് വസ്തുക്കൾ വിഘടിക്കുകയോ മണ്ണിൽ അലിഞ്ഞു ചേരുകയോ ചെയ്യില്ല. പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിൽ കിടന്നാൽ ജലം മണ്ണിലേക്ക് ഇറങ്ങില്ല. കുടിവെള്ള സ്രോതസ്സുകൾ എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കുക അല്ല കേട്ടോ. നമ്മളത് മുമ്പത്തെ ആൻസർ അങ്ങനെ വന്നിരിക്കുകയാണ്. അതായത് കുടിവെള്ള സ്രോതസ്സുകൾ എന്താകുന്നു? വൃത്തികേടാകുന്നു അല്ലെ, അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സുകളെ മലിനീകരണപ്പെടുത്തുന്നു എന്ന് എഴുതുക കേട്ടോ. ഇതല്ല നമ്മള് ഇവിടെ ശരിയാക്കുക കേട്ടോ. നിങ്ങള് കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നു എന്ന് എഴുതിയാൽ മതിയേ. അടുത്തത് ചിത്രത്തിൽ എന്താണ് കാണുന്നത്? പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുകയാണ് അല്ലേ. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. എന്നാൽ അവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ തരം തിരിച്ച് ഇവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവർക്ക് കൈമാറണം. പ്ലാസ്റ്റിക് എടുക്കാനൊക്കെ നമ്മുടെ ഓരോ വീടുകളിലും വരില്ലേ. ആര് വരും? ഹരിതകർമ്മസേന അംഗങ്ങൾ വരും. അപ്പൊ അവർക്ക് ഏൽപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി പറയണം, പ്ലാസ്റ്റിക് ഒരിക്കലും വലിച്ചെറിയരുത്, കത്തിക്കാനും പാടില്ല അമ്മേ
നമുക്കത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കാം. അവരെന്ത് ചെയ്യും, അത് സംസ്കരിച്ചോളും വേണ്ട രീതിയിൽ. നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് നമ്മളത് ശേഖരിച്ച് വെച്ച് അവർ വന്ന് അത് കളക്ട് ചെയ്തിട്ട് പോകും, അവർ വന്ന് അത് എടുത്തിട്ട് പോകും. അപ്പൊ അങ്ങനെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതെ നമ്മുടെ പരിസര ശുചിത്വത്തിൽ നമുക്കും എന്ത് ചെയ്യാം, പങ്കാളികളാകാം അല്ലെ. അപ്പൊ നമ്മുടെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത നമ്മുടെ വിലയിരുത്താൻ ഭാഗമെത്തി. നമ്മൾ വിലയിരുത്തുന്ന ചോദ്യങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന വസ്തുക്കളെ തരംതിരിച്ച് യോജിച്ച മാലിന്യ കൂടകളിൽ എഴുതി ചേർക്കുക. ഇവിടെ 3 ഇതുണ്ട്: അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ, അപകടകരമായ മാലിന്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? PVC പൈപ്പ്, പഴം, കീടനാശിനി കുപ്പികൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ. ഇതിൽ ഏത് വരും? PVC പൈപ്പ് അജൈവ മാലിന്യം അല്ലെ, പഴം ജൈവ മാലിന്യം, കീടനാശിനി കുപ്പികൾ അപകടകരമായ മാലിന്യങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ ജൈവ മാലിന്യം, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അജൈവ മാലിന്യങ്ങൾ, പഴകിയ ബാറ്ററി ഉപയോഗശൂന്യമായ ബൾബുകളൊക്കെ അപകടകരമായ മാലിന്യങ്ങളാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ ജൈവ മാലിന്യം, പ്ലാസ്റ്റിക് കവറുകൾ അജൈവ മാലിന്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, വീടും പരിസരവും വൃത്തിയുള്ളതാണോ എന്ന് അറിയുന്നതിനുള്ള ഒരു നിരീക്ഷണ പട്ടിക തയ്യാറാക്കുക. പട്ടികയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനായി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്? റിപ്പോർട്ട് തയ്യാറാക്കുക കേട്ടോ, ചെയ്തു നോക്കിയിട്ട്. അടുത്ത തുടർ പ്രവർത്തനങ്ങളാണ്. 1. കടലാസ്, തീപ്പെട്ടിക്കൂട്, വളപ്പൊട്ട്, കുപ്പിയുടെ അടപ്പ്, പേന, പ്ലാസ്റ്റിക് കുപ്പി, തുണികൾ, ടിന്ന് തുടങ്ങിയ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് അലങ്കാര വസ്തുക്കൾ, ചെടിച്ചട്ടികൾ തുടങ്ങിയ ഉപകാരപ്രദമായ വസ്തുക്കൾ നിർമ്മിക്കുക. അതായത് പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ അതുകൊണ്ട് നമുക്ക് ഉപയോഗപ്രദമായ വസ്തുക്കൾ നിർമ്മിക്കാനാണ് പറയുന്നത്. ചെയ്തു നോക്കുക. രണ്ടാമത്തെ, ഭക്ഷണാവശിഷ്ടങ്ങളോ പ്ലാസ്റ്റിക് വസ്തുക്കളോ മണ്ണിൽ അഴുകിച്ചേരുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഒരു പരീക്ഷണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്, പരീക്ഷണം തന്നെയാണ്. അപ്പൊ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ 4ാമത്തെ പാഠം ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുക, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഫുൾ ചാപ്റ്റർ പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കുക. നമ്മുടെ എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠമാണിത്. അപ്പം മുഴുവനായിട്ടും പാഠങ്ങൾ വൃത്തിയായി പഠിച്ചിട്ട് പോവുക എക്സാമിന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുന്ന കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്